നാളെ പരീക്ഷയാണ്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളെന്ന ഈ ചാപ്റ്റർ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല എന്ന ടെൻഷനിലാണോ? ഒരു പേടിയും വേണ്ട. നിങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അടുത്ത 15 മിനിറ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മുഴുവൻ അധ്യായവും ഇതിലെ ഓരോ ആശയവും നമ്മൾ ഒരുമിച്ച് പഠിച്ചെടുക്കും. ഇന്ത്യയുടെ തലവിധി മാറ്റിയെഴുതിയ LPG, അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയെക്കുറിച്ച് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ പോയിന്റുകളും നമ്മൾ ഉറപ്പിക്കും. അതെ, ഇതൊരു ലാസ്റ്റ് മിനിറ്റ് മാസ്റ്റർ ക്ലാസ് ആണ്. നമ്മൾ ആദ്യം എന്തിനാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു വലിയ മാറ്റം പെട്ടെന്ന് ആവശ്യമായി വന്നതെന്ന് പരിശോധിക്കും. ആ ഒരു കഥ മനസ്സിലാക്കിയാൽ തന്നെ പകുതി പഠിത്തം കഴിഞ്ഞു. തുടർന്ന് LPGയിലെ ഓരോ വാക്കും ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്താണെന്ന് വളരെ ലളിതമായ ജീവിതത്തിൽ കാണുന്ന ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കും. അവസാനം ഈ പരിഷ്കാരങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് എന്തു ഗുണമുണ്ടായി, എന്തു ദോഷമുണ്ടായി എന്നും നോക്കും. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. അപ്പോ പുസ്തകം മാറ്റിവെച്ചോളൂ, നമുക്ക് തുടങ്ങാം. 1991 ഒരു തിരിച്ചുപോക്ക്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തായിരുന്നു 1991 ആ വലിയ പ്രതിസന്ധി? ഒരു രാജ്യം പെട്ടെന്ന് കടക്കെണിയിലായി എന്ന് കേൾക്കുന്നു. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്? സംഭവിച്ചത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. 1991 ഇന്ത്യ പാപ്പരാകുന്നതിന്റെ വക്കിലെത്തി എന്ന് തന്നെ പറയാം. അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് താങ്ങാനാവാത്ത വിദേശകടം. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ലോകബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയ കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. പലിശ പോലും കൊടുക്കാൻ പണമില്ല. ഒരു മിനിറ്റ്, ഈ വിദേശ നാണ്യശേഖരം കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? പെട്രോൾ കിട്ടില്ല എന്നാണോ എന്റെ അർത്ഥം? കൃത്യം, അതുതന്നെയാണ് രണ്ടാമത്തെ കാരണം. വിദേശ നാണ്യശേഖരം, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. നമുക്ക് പെട്രോള്, മരുന്ന്, യന്ത്രങ്ങൾ പോലെ അത്യാവശ്യമുള്ള സാധനങ്ങൾ വിദേശത്തു നിന്ന് വാങ്ങണമെങ്കിൽ ഡോളർ കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള ഈ ഡോളറിന്റെ ശേഖരം വെറും 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് പോലും തികയാത്തത്രയും കുറഞ്ഞുപോയി. അതെ, അതായത് 2 ആഴ്ച കഴിഞ്ഞാൽ രാജ്യം നിശ്ചലമാകുന്ന അവസ്ഥ. മൂന്നാമതായി, രാജ്യത്തിനകത്ത് അതിരൂക്ഷമായ വിലക്കയറ്റം. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. എങ്ങനെയാണ് ഇന്ത്യ ഇത്ര വലിയൊരു കുഴിയിൽ വീണത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതാണോ ഇത്? അല്ല. ശരിക്കും പറഞ്ഞാൽ 1980 മുതൽ തുടങ്ങിവെച്ച സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഫലമായിരുന്നു അത്. വളരെ ലളിതമായി പറഞ്ഞാൽ സർക്കാരിന്റെ ചെലവ് വരുമാനത്തേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു. പ്രതിരോധം, സാമൂഹ്യ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരുപാട് പണം ചെലവഴിച്ചു. പക്ഷേ നികുതിയായും മറ്റും അത്രയും വരുമാനം കിട്ടിയില്ല. പോരാത്തതിന് സർക്കാർ നടത്തിയിരുന്ന മിക്ക കമ്പനികളും നഷ്ടത്തിലായിരുന്നു. അതോടൊപ്പം നമ്മൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ എത്രയോ അധികം സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു. അതെ, ഇതെല്ലാം കൂടി നമ്മുടെ ഖജനാവ് കാലിയാക്കി. അപ്പോൾ ഈ അവസ്ഥയിൽ രാജ്യം ഏതാണ്ട് പൂട്ടിപ്പോകുമെന്ന ഘട്ടത്തിൽ എന്തായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്ന വഴി? നമ്മുടെ മുന്നിൽ ഒരേയൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. സഹായത്തിനായി അന്താരാഷ്ട്ര സ്ഥാപനങ്ങളായ ലോകബാങ്കിനെയും, അതായത് IBRD, പിന്നെ അന്താരാഷ്ട്ര നാണയനിധിയെയും IMF സമീപിക്കുക. അവർ ഇന്ത്യക്ക് ഏകദേശം $7 ബില്യൺ വായ്പ നൽകി. പക്ഷേ ഇവിടെയാണ് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്. എന്തായിരുന്നു അത്? ഈ വായ്പ അവർ വെറുതെ തന്നതല്ല, ചില കർശനമായ വ്യവസ്ഥകളോടെയാണ് തന്നത്. എന്തായിരുന്നു ആ വ്യവസ്ഥകൾ? അവരുടെ പ്രധാന നിബന്ധന ഇതായിരുന്നു: ഇന്ത്യയുടെ അടഞ്ഞുകിടക്കുന്ന സമ്പദ്വ്യവസ്ഥയെ ലോകത്തിനായി തുറന്നുകൊടുക്കണം. അതായത് സ്വകാര്യ കമ്പനികളുടെ മേലുള്ള സർക്കാരിന്റെ അനാവശ്യ നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റുക, വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വരാനും വ്യാപാരം ചെയ്യാനുമുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക. ഈ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ നമ്മൾ നിർബന്ധിതരായി. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക് പോളിസി NEP പ്രഖ്യാപിച്ചത്. അതായത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച പോലുള്ള ലോക സംഭവങ്ങൾ നടക്കുന്ന അതേ സമയത്താണ് ഇതും സംഭവിക്കുന്നതല്ലേ? അപ്പോൾ ഒരുപക്ഷേ ലോകം മുഴുവൻ മാറുകയായിരുന്നു. അതിന്റെ കൂടെ മാറാൻ ഇന്ത്യയും നിർബന്ധിതരായി എന്ന് പറയാം. വളരെ ശരിയായ നിരീക്ഷണമാണ്. ലോകം മാറുകയായിരുന്നു. സോഷ്യലിസ്റ്റ് രീതികൾക്ക് തിരിച്ചടി നേരിട്ട സമയം. ആ ഒരു ലോക സാഹചര്യവും ഈ മാറ്റത്തിന് ഇന്ത്യയെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ LPG എന്ന 3 അക്ഷരത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് LPGയുടെ ഓരോ അക്ഷരത്തെയും കീറിമുറിച്ചു പരിശോധിക്കാം. ആദ്യത്തേത്
L. ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം. എന്താണ് ഈ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം? ഉദാരവൽക്കരണം എന്നാൽ നിയമങ്ങളിലും സർക്കാർ നിയന്ത്രണങ്ങളിലും ഇളവ് വരുത്തുക, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക എന്നാണ്. 1991 മുൻപ് ഇന്ത്യയിൽ ലൈസൻസ് രാജ് എന്നൊരവസ്ഥയായിരുന്നു. ലൈസൻസ് രാജ്? അതെ. അതായത് ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ പോലും സർക്കാരിന്റെ അനുവാദത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങണം. എത്ര ഉൽപ്പാദിപ്പിക്കണം, എന്ത് വിലയ്ക്ക് വിൽക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരായിരുന്നു. ഉദാരവൽക്കരണം ഈ കെട്ടുകളെല്ലാം അഴിച്ചുമാറ്റി. ഇത് ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായും മാറ്റങ്ങൾ കൊണ്ടുവന്നത്? പ്രധാനമായും 5 മേഖലകളിലാണ് ഉദാരവൽക്കരണം നടപ്പിലാക്കിയത്. ഒന്നാമത്തേത് വ്യാവസായിക മേഖല. ഒരു വ്യവസായം തുടങ്ങാനുള്ള ലൈസൻസ് മിക്കവാറും എല്ലാത്തിലും എടുത്തുകളഞ്ഞു. മദ്യം, സിഗരറ്റ്, അപകടകരമായ രാസവസ്തുക്കൾ പോലെ വളരെ കുറച്ചു കാര്യങ്ങൾക്ക് മാത്രം ലൈസൻസ് നിലനിർത്തി. അതോടെ സംരംഭകർക്ക് എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാമെന്നായി. ശരി. രണ്ടാമത്തെ മേഖലയോ? രണ്ടാമത്തേത് ധനകാര്യ മേഖല. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. റിസർവ് ബാങ്കിന്റെ RBIയുടെ പങ്ക് ഒരു കർശനമായി നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് സാമ്പത്തിക മേഖലയെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റി. റെഗുലേറ്ററിൽ നിന്ന് ഫെസിലിറ്റേറ്ററായി. അതൊന്നു ലളിതമായി വിശദീകരിക്കാമോ? റെഗുലേറ്ററിൽ നിന്ന് ഫെസിലിറ്റേറ്റർ ആയെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ. തീർച്ചയായും. പണ്ട് ഒരു ബാങ്കിന് പുതിയ ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ പോലും RBIയുടെ അനുവാദം ചോദിച്ച് കാത്തിരിക്കണമായിരുന്നു. ഒരു ട്രാഫിക് പോലീസുകാരൻ എല്ലാ വണ്ടിയും കൈകാട്ടി നിർത്തി ഓരോന്നായി കടത്തിവിടുന്നത് പോലെ. എന്നാൽ ഈ മാറ്റത്തിന് ശേഷം RBI ട്രാഫിക് നിയമങ്ങളുണ്ടാക്കി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചു. ആ നിയമങ്ങൾ പാലിച്ച് ബാങ്കുകൾക്ക് സ്വന്തമായി വളരാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അതോടൊപ്പം സ്വകാര്യ ബാങ്കുകൾക്കും ICICI, HDFC പോലെ വിദേശ ബാങ്കുകൾക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തു. ശരി. അപ്പോൾ വ്യവസായങ്ങളെയും ബാങ്കുകളെയും തുറന്നുവിട്ടു. ഇനി അടുത്തത് നികുതിയുടെ കാര്യമാണോ? അതെ. മൂന്നാമത്തേത് നികുതി ഘടനയിലെ പരിഷ്കാരങ്ങൾ. വ്യക്തികളുടെ ആദായ നികുതി, കമ്പനികളുടെ കോർപ്പറേഷൻ നികുതി എന്നിവയുടെ നിരക്ക് ഗണ്യമായി കുറച്ചു. എന്തിനായിരുന്നു അത്? കാരണം നികുതി നിരക്ക് വളരെ കൂടുതലാണെങ്കിൽ ആളുകൾ നികുതി വെട്ടിക്കാൻ ശ്രമിക്കും എന്നായിരുന്നു കണ്ടെത്തൽ. പരോക്ഷ നികുതി ഘടനയും ലളിതമാക്കി. അതിന്റെ ഏറ്റവും പുതിയ രൂപമാണ് നിങ്ങൾക്കറിയാവുന്ന 2017 വന്ന GST. നാലാമത്തെ പോയിന്റ് എന്തായിരുന്നു? നാലാമത്തത് വിദേശ വിനിമയ രംഗത്തെ മാറ്റങ്ങൾ. പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യൻ രൂപയുടെ മൂല്യം വിദേശ കറൻസികൾക്കെതിരെ സർക്കാർ മനഃപൂർവ്വം കുറച്ചു. ഇതിനെ ഡീവാല്യുവേഷൻ ഓഫ് റുപ്പി എന്ന് പറയും. ഉദാഹരണത്തിന്, മുൻപ് $1 20 രൂപയായിരുന്നത് 30 രൂപയാക്കിയെന്ന് കരുതുക. അപ്പോൾ അമേരിക്കയിലുള്ള ആൾക്ക് മുൻപ് $1 കൊടുത്താൽ 20 രൂപയുടെ ഇന്ത്യൻ സാധനം കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 30 രൂപയുടെ സാധനം കിട്ടും. ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്ത് വില കുറയാനും കയറ്റുമതി കൂടാനും സഹായിച്ചു. വളരെ തന്ത്രപരമായ ഒരു നീക്കം. ഇനി അഞ്ചാമത്തേതും അവസാനത്തേതുമായ മേഖല. അഞ്ചാമത്തത് വ്യാപാര നിക്ഷേപ നയങ്ങളിലെ പരിഷ്കാരങ്ങളാണ്. വിദേശത്തു നിന്നുള്ള ഇറക്കുമതിക്ക് ക്വാട്ട പോലുള്ള അളവിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞു. ഇറക്കുമതി തീരുവ അഥവാ ടാരിഫ് ഗണ്യമായി കുറച്ചു. ഒരു സംശയം. ഇറക്കുമതി തീരുവ കുറച്ചാൽ വിദേശത്ത് നിന്നുള്ള വില കുറഞ്ഞ സാധനങ്ങൾ വന്ന് നമ്മുടെ നാട്ടിലെ ചെറിയ കമ്പനികളൊക്കെ പൂട്ടിപ്പോവില്ലേ? അതൊരു വലിയ പേടിയായിരുന്നില്ലേ അന്ന്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ പേടി അന്നുണ്ടായിരുന്നു. അതൊരു പരിധിവരെ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനു പിന്നിലെ ആശയമിതായിരുന്നു: വിദേശ ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കമ്പനികൾ ഉഴപ്പുന്നത് നിർത്തി അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും വില കുറയ്ക്കാനും നിർബന്ധിതരാകും. ഇത് ആത്യന്തികമായി ഉപഭോക്താവിന് ഗുണം ചെയ്യും എന്നായിരുന്നു സർക്കാർ കരുതിയത്. അപ്പോൾ ലൈസൻസ് പോലുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റി വ്യവസായങ്ങളെ സ്വതന്ത്രമാക്കിയത് ഉദാരവൽക്കരണം. എന്നാൽ സർക്കാരിന്റെ കയ്യിൽ തന്നെയുള്ള വലിയ കമ്പനികളുടെ കാര്യമോ? എയർ ഇന്ത്യ, BSNL പോലെയുള്ളവ, അവയിൽ പലതും നഷ്ടത്തിലായിരുന്നില്ലേ? അവിടെയാണോ P അഥവാ സ്വകാര്യവൽക്കരണത്തിന്റെ പ്രസക്തി വരുന്നത്? കൃത്യം. നിങ്ങൾ വിഷയത്തിന്റെ ഹൃദയത്തിലേക്ക് തന്നെയാണ് എത്തിയത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയോ നടത്തിപ്പോ പൂർണ്ണമായോ ഭാഗികമായോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനെയാണ് സ്വകാര്യവൽക്കരണമെന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു വാക്കാണ് ഓഹരി വിറ്റഴിക്കൽ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതെ. അതായത്
സർക്കാർ കമ്പനിയുടെ 100% ഷെയറും വിൽക്കുന്നതിന് പകരം അതിൻ്റെ ഒരു 10%, 20% അല്ലെങ്കിൽ ഒരു 49% ഒക്കെ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി വിൽക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സർക്കാരിന് പണം കിട്ടാൻ വേണ്ടി മാത്രമാണോ? പണം കണ്ടെത്തുക എന്നത് ഒരു ലക്ഷ്യമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനം സ്വകാര്യ പങ്കാളിത്തം വരുമ്പോൾ ആ സ്ഥാപനത്തിന്റെ കാര്യക്ഷമത വർദ്ധിക്കും, മാനേജ്മെന്റ് കൂടുതൽ പ്രൊഫഷണലാകും, പുതിയ സാങ്കേതിക വിദ്യകൾ വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ്. സർക്കാർ എല്ലാ ബിസിനസ്സും നടത്തിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. ആ ജോലി സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുക എന്ന ചിന്തയിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ലാഭത്തിലോടുന്ന നല്ല സർക്കാർ കമ്പനികളെയും വിറ്റഴിച്ചോ? ഇല്ല. അവിടെയാണ് മറ്റൊരു പ്രധാന പോയിന്റ്. ലാഭത്തിൽ പ്രവർത്തിക്കുന്നതും രാജ്യത്തിന് തന്ത്രപ്രധാനവുമായ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകി അവയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. ഒരു മിടുക്കനായ വിദ്യാർത്ഥിക്ക് സ്വന്തമായി പ്രോജക്റ്റ് ചെയ്യാൻ ടീച്ചർ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതുപോലെ. അങ്ങനെയാണ് അവയെ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്നിങ്ങനെ തരംതിരിച്ചത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെയിൽ എന്നൊക്കെ പറയുന്നത് ഇതിനുദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലും പിയും വ്യക്തമായി. ഇനി അവസാനത്തെ അക്ഷരം ജി, ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം എന്നാൽ നമ്മുടെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ലോക സമ്പദ്വ്യവസ്ഥയുമായി കൂടുതൽ അടുപ്പിക്കുക, സംയോജിപ്പിക്കുക എന്നതാണ്. സാധനങ്ങളും സേവനങ്ങളും, പണം, സാങ്കേതികവിദ്യ, എന്തിന് ആളുകൾക്ക് വരെ രാജ്യങ്ങളുടെ അതിരുകൾ കടന്ന് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അതിരുകളില്ലാത്ത ലോകം എന്നതാണ് ഇതിനു പിന്നിലെ ആശയം. ഇതിന്റെ ഏറ്റവും പ്രകടമായ ഒരു മാറ്റം എന്തായിരുന്നു? എന്റെ ഓർമ്മയിൽ കൊക്കക്കോളയും പെപ്സിയുമൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചുവന്നതും വിദേശ കാറുകൾ റോഡിൽ കണ്ടു തുടങ്ങിയതും ഈ സമയത്താണ്. അതെ, അത് ആഗോളവൽക്കരണത്തിന്റെ ഏറ്റവും പ്രകടമായ സാംസ്കാരിക മുഖമായിരുന്നു. എന്നാൽ സാമ്പത്തികമായി പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം ഔട്ട്സോഴ്സിംഗ് ആണ്. ഔട്ട്സോഴ്സിംഗ്, അതൊന്ന് ലളിതമായി പറയാമോ? തീർച്ചയായും. ഒരു വലിയ ഹോട്ടൽ അവരുടെ തുണികളെല്ലാം അലക്കുന്ന ജോലി പുറത്തുള്ളൊരു ലോണ്ടറി സർവീസിനെ ഏൽപ്പിക്കുന്നത് പോലെയാണിത്. ഹോട്ടലിന് തുണി അലക്കുന്നതിൽ സമയം കളയുന്നതിന് പകരം അവരുടെ പ്രധാന ജോലിയായ നല്ല ഭക്ഷണമുണ്ടാക്കുന്നതിലും അതിഥികളെ സേവിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതുപോലെ അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ഒരു വലിയ കമ്പനി അവരുടെ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പോലുള്ള ജോലികൾ ഇന്ത്യയിലൊരു കമ്പനിയെ ഏൽപ്പിക്കുന്നു. കാരണം ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വൈദഗ്ധ്യമുള്ള ആളുകളെ അവർക്ക് കുറഞ്ഞ ശമ്പളത്തിൽ കിട്ടും. ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെയുമൊക്കെ കോൾ സെന്ററുകളും IT കമ്പനികളും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഈ ആഗോളവൽക്കരണത്തിന് നിയമങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ ഒരു അന്താരാഷ്ട്ര സ്ഥാപനമുണ്ടല്ലോ. ഉണ്ട്. അതാണ് ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. 1995 ഇത് നിലവിൽ വന്നത്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഒരു റെഫറിയെപ്പോലെയാണ് WTO. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുക, എല്ലാ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ തുല്യ അവസരം ഉറപ്പാക്കുക എന്നിവയാണ് WTOയുടെ ലക്ഷ്യങ്ങൾ. കൊള്ളാം. അപ്പോൾ ഇത്രയും വലിയ പരിഷ്കാരങ്ങൾ വന്നിട്ട് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ റിപ്പോർട്ട് കാർഡ് എങ്ങനെയായിരുന്നു? ഇതിന്റെ ഫലങ്ങൾ പരീക്ഷയ്ക്കൊരു എസ്സേ ചോദ്യമായി തന്നെ വരാമല്ലോ, അല്ലേ? തീർച്ചയായും. ഈ പരിഷ്കാരങ്ങളുടെ വിലയിരുത്തൽ ഒരു എസ്സേ ചോദ്യമായി പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്കിതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും കൃത്യമായി നോക്കാം. ആദ്യം നമുക്ക് നല്ല വശങ്ങൾ, അതായത് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയ നേട്ടം GDP വളർച്ച തന്നെ. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, അതായത് GDP, കുതിച്ചുയർന്നു. ഒരു കാലത്ത് ഹിന്ദു വളർച്ചാ നിരക്ക് എന്നൊക്കെ പറഞ്ഞ കളിയാക്കിയിരുന്ന 3-4% നിന്ന് നമ്മുടെ വളർച്ചാ നിരക്ക് 8% മുകളിലെത്തി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മാറി. ഇതിന് പ്രധാന കാരണം സേവന മേഖലയുടെ, അതായത് IT, ബാങ്കിംഗ്, ടെലികോം തുടങ്ങിയ മേഖലകളുടെ വളർച്ചയായിരുന്നു. കൊള്ളാം. വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിലോ? രണ്ടാമത്തെ വലിയ നേട്ടം അതാണ്. വിദേശ നിക്ഷേപം FDI, FII വൻതോതിൽ വർദ്ധിച്ചു. 1991 വെറും $100 മില്യൺ ആയിരുന്നത് പിന്നീട് വർഷാവർഷം 10,000 കണക്കിന് കോടി ഡോളറായി വർദ്ധിച്ചു. നമ്മുടെ വിദേശ നാണ്യശേഖരം റെക്കോർഡ് ഉയരത്തിലെത്തി. 1991 ആ നാണംകെട്ട അവസ്ഥ പൂർണ്ണമായും മാറി. കയറ്റുമതിയുടെ കാര്യത്തിലും നമ്മൾ മുന്നേറി. ഓട്ടോമൊബൈൽ പാർട്സ്, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, IT സോഫ്റ്റ്വെയർ തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന ശക്തിയായി ഇന്ത്യ മാറി.
കേൾക്കുമ്പോൾ ഗംഭീരമായി തോന്നുന്നു. എന്നാൽ നാണയത്തിനൊരു മറുവശമുണ്ടാകുമല്ലോ. എന്തൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാന വിമർശനങ്ങൾ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇത് തൊഴിലില്ലായ്മ സൃഷ്ടിച്ചു എന്നതാണ്. രാജ്യം സാമ്പത്തികമായി വളർന്നു, കമ്പനികൾ ഒരുപാട് ലാഭമുണ്ടാക്കി, പക്ഷെ അതിനനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായില്ല. ഓ, ഇതിനെ ജോബ്ലെസ് ഗ്രോത്ത് അഥവാ തൊഴിൽരഹിത വളർച്ച എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതായത് രാജ്യം പണക്കാരായി, പക്ഷെ ജനങ്ങൾക്ക് ജോലി കിട്ടിയില്ല. അത് വിചിത്രമായിരിക്കുന്നല്ലോ. രണ്ടാമത്തെ വലിയ തിരിച്ചടി എവിടെയായിരുന്നു? കാർഷിക മേഖലയിൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് കുത്തനെ കുറഞ്ഞു. സർക്കാർ കൃഷിക്ക് നൽകിയിരുന്ന പിന്തുണ കുറഞ്ഞു. ജലസേചനം, വൈദ്യുതി പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള സർക്കാർ നിക്ഷേപം കുറഞ്ഞു. വളം സബ്സിഡി എടുത്തുകളഞ്ഞത് കർഷകരുടെ ഉൽപ്പാദന ചെലവ് കൂട്ടി. പോരാത്തതിന് ഇറക്കുമതി നിയന്ത്രണങ്ങൾ നീക്കിയതോടെ വിദേശത്തു നിന്നുള്ള വില കുറഞ്ഞ പാൽ, എണ്ണക്കുരുക്കൽ പോലുള്ളവയുമായി മത്സരിക്കാൻ നമ്മുടെ കർഷകർക്ക് കഴിഞ്ഞില്ല. ഇത് കർഷക ആത്മഹത്യകൾ വരെ വർദ്ധിക്കാൻ കാരണമായി. നേരത്തെ നമ്മൾ സംസാരിച്ച ആ ഭയം യാഥാർത്ഥ്യമായോ? ഒരു പരിധിവരെ അതെ. വിദേശത്തു നിന്നുള്ള വില കുറഞ്ഞതും ഗുണമേന്മയുള്ളതുമായ ഉൽപ്പന്നങ്ങൾ വന്നതോടെ നമ്മുടെ പല ആഭ്യന്തര കമ്പനികൾക്കും, പ്രത്യേകിച്ച് ചെറുകിട വ്യവസായങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവയിൽ പലതും പൂട്ടിപ്പോയി. ഓഹരി വിറ്റഴിക്കലിനെക്കുറിച്ചും വലിയ വിമർശനമുണ്ട്. പല സർക്കാർ കമ്പനികളുടെയും കോടിക്കണക്കിന് വില വരുന്ന ആസ്തികൾ ശരിയായി വിലയിരുത്താതെ കുറഞ്ഞ വിലയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റു എന്നൊരു ആരോപണം ശക്തമായി ഉയർന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ള സാമൂഹിക മേഖലകളെ ഈ മാറ്റങ്ങൾ എങ്ങനെ ബാധിച്ചു? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നികുതി നിരക്കുകൾ കുറച്ചെങ്കിലും സർക്കാർ പ്രതീക്ഷിച്ചത്ര നികുതി വരുമാനം വർദ്ധിച്ചില്ല. ഇതിന്റെ ഫലമായി സർക്കാരിന് വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ള മേഖലകളിൽ ചെലവഴിക്കാൻ പണം കുറഞ്ഞു. ഓക്കെ. ഇത് പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. പണക്കാർക്ക് നല്ല സ്വകാര്യ സ്കൂളുകളും ആശുപത്രികളും താങ്ങാൻ കഴിഞ്ഞു. എന്നാൽ പാവപ്പെട്ടവർക്ക് ആശ്രയമായിരുന്ന സർക്കാർ സംവിധാനങ്ങൾ ദുർബലമായി. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി ഇതെല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ അധ്യായത്തിന്റെ കാതൽ? നിങ്ങൾ ഓർക്കേണ്ട പ്രധാന ആശയം ഇതാണ്. 1991 LPG പരിഷ്കാരങ്ങൾ ഇന്ത്യയെ ഒരു വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് രാജ്യത്തെ ഉയർന്ന വളർച്ചയുടെ പാതയിലേക്ക് എത്തിച്ചു. എന്നാൽ ഈ വളർച്ചയുടെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ എല്ലാവരിലേക്കും ഒരുപോലെ എത്തിയില്ല. ചില മേഖലകൾ, IT, ബാങ്കിംഗ് പോലുള്ളവ വളരെയധികം നേട്ടമുണ്ടാക്കിയപ്പോൾ മറ്റു ചില മേഖലകൾ, കൃഷി, ചെറുകിട വ്യവസായം പോലുള്ളവ വലിയ വെല്ലുവിളികൾ നേരിട്ടു. പരീക്ഷയ്ക്ക് ഉത്തരമെഴുതുമ്പോൾ ഈ രണ്ട് വശങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നേട്ടങ്ങൾ എഴുതുന്നതിനൊപ്പം അതിന്റെ പരിമിതികളും വിമർശനങ്ങളും കൂടി വ്യക്തമാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല മാർക്ക് നേടാൻ സാധിക്കും. വളരെ വ്യക്തമായി. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി. ഈ സാമ്പത്തിക വളർച്ച പ്രധാനമായും നഗരങ്ങളിലെ സേവന മേഖലകളിൽ ഒതുങ്ങിയെന്ന് നമ്മൾ കണ്ടു. എന്നാൽ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് ഗ്രാമങ്ങളിലും ആശ്രയിക്കുന്നത് കൃഷിയെയുമാണ്. ഈ മേഖലകളിലേക്ക് കൂടി വളർച്ചയുടെ ഗുണങ്ങൾ എത്തിക്കാൻ ഇനി എന്ത് മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നാളത്തെ പരീക്ഷയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഈ ചർച്ചയിലെ പ്രധാന പോയിന്റുകൾ, നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഒന്നുകൂടി ഓർത്തു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും നന്നായി പരീക്ഷ എഴുതാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.